വഖഫ് ഭൂമി പ്രശ്നത്തിലാണ് 600ഓളം കുടുംബങ്ങൾ മുനമ്പത്ത് സമരമിരിക്കുന്നത്. നമുക്കറിയാം, വഖഫ് ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ എത്തുമ്പോൾ മുനമ്പത്തുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിംഗ്. മുനമ്പത്തെ ഈ സമരഭൂമിയിലേക്ക് പലതവണ എത്തിയതാണ് അർജുൻ. ഇപ്പോൾ നാളെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നവർ കരുതുന്ന, കത്തോലിക്ക സഭ കരുതുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത്? അവരെ നമുക്കൊന്ന് കേൾക്കാം. സുജയ, ഗുഡ് ഈവനിങ്. 1-2 ദിവസമല്ല, കഴിഞ്ഞ 171 ദിവസമായി ഈ മുനമ്പത്തെ ഈ സമരപ്പന്തൽ സജീവമായി തന്നെ തുടരുകയാണ്. ഇത്തരത്തിൽ നേരത്തെ സംസ്ഥാന സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടും, കമ്മീഷൻ അടക്കം നിയോഗിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ അത് പിന്നീട് കോടതി വഴി അത് റദ്ദാവുകയും ചെയ്തു. ഇനി എന്തായാലും ഇവരുടെ പ്രതീക്ഷ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന, പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ലിലാണ്. എന്തായാലും നാളെ ലോക്സഭയിൽ ഈ ബില്ല് എത്തുകയാണ്. സ്വാഭാവികമായും ഈ ശാശ്വതമായ ഒരു പരിഹാരം, ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ 171 ദിവസമായി സമരം നടത്തുന്ന ഈ മുനമ്പത്തെ ഈ പ്രദേശവാസികൾ ഈ പ്രശ്നപരിഹാരം ഉടൻ തന്നെ ഉണ്ടാകും. അത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. എന്തായാലും ഈ സമരസമിതിയുടെ കൺവീനറായ ജോസഫ് ബെന്നി നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഈ പാർലമെന്റിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന അമെൻമെന്റ് ബില്ലിലൂടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കാരണം 1860 സൊസൈറ്റി ആക്ടും പ്രകാരം രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റാണ് ഫറൂഖ് കോളേജ്. 1948 സ്ഥാപിതമായ ഫറൂഖ് കോളേജ് 1950 ഈ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിന് കൈമാറുന്നത്. അപ്പോൾ അത് സൊസൈറ്റി ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കീഴ്ക്കോടതി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ആ ട്രസ്റ്റിന് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് പരമാധികാരം ട്രസ്റ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ പ്രശ്നം ഇതോടുകൂടി തീർപ്പാക്കപ്പെടും. ഇതിൽ ഈ കേരളത്തിലെ ജനപ്രതിനിധികളോടൊക്കെ തന്നെ ഈ ബില്ലിനെ, ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അംഗീകരിക്കണം എന്ന് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പിന്തുണ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ നിയമസഭയിൽ അവർ കാട്ടിക്കൂട്ടിയത് ഈ നാട്ടിലെ ജനങ്ങളോട് വിവേചനപരമായ രീതിയിലുള്ള ഒരു പ്രതികരണം കാണിച്ചത്. കാരണം വഖഫിന് അനുകൂലമായിട്ടുള്ള ഈ നടപടികളാണ് ഇടതുപക്ഷവും കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരിൽ നിന്നും അതിൽ കൂടുതലായിട്ടുള്ള ഒരു പെരുമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ സംഘടനകൾ ശക്തമായ രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സുജയ്, ഇത്തരത്തിൽ മുന്നണികൾ പല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പല എംപിമാരടക്കം ഇവിടെ നേരത്തെ സമരപ്പന്തലിൽ എത്തുകയും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? പ്രതീക്ഷിക്കാം. അത് മാത്രമുള്ളൂ ഞങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷ. ഞങ്ങളെല്ലാവരും കൈവിട്ടപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോൾ ലോകസഭയിൽ അവതരിപ്പിക്കാൻ വന്ന പോണ ബില്ലിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ ആശങ്ക അത് മുഖാന്തരം ഒഴിയുമെന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ അത് സഫലമാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ ആശങ്ക ഒഴിവാക്കി കിട്ടണം. അതായത് തൽക്കാലം ഒരു തീർപ്പല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ തലമുറകളായിട്ട് ഞങ്ങളിവിടെ താമസിച്ചു വരുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരും അപ്പൂപ്പന്മാരും ഇവിടെ താമസിച്ചു വന്നിരുന്നത്. അതാണ് അവരുടെ ആ ബോർഡിൽ തന്നെയുണ്ട്, കുടിയാന്മാരല്ല ഞങ്ങൾ അവകാശികൾ, ഞങ്ങളുടെ ഭൂമിയാണ് മുനമ്പത്തേത്, ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള എല്ലാ രേഖകളോടും കൂടി അവിടെ താമസിക്കാനുള്ള, സ്വൈര ജീവിതം നയിക്കാനുള്ള, തങ്ങളുടെ വസ്തു പണയം വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടണമെങ്കിൽ അതിനൊക്കെയുള്ള എല്ലാ അവകാശങ്ങളുമുള്ള ആളുകളായി, ആ ഭൂമിയുടെ അവകാശികളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയണം എന്നതാണ് മുനമ്പക്കാർ പറയുന്നത്. ആ ആവശ്യം നിറവേറുന്നതിന് ഈ ബിൽ പാസ്സാകുന്നതിലൂടെ കഴിയുമെന്നുള്ളതാണ് അവരിപ്പോൾ വെക്കുന്ന പ്രതീക്ഷ. അർജുൻ മട്ടന്നൂരാണ് മുനമ്പത്തുകാരുടെ ശബ്ദം കേൾപ്പിച്ചത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കേണ്ട നിലപാട് ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ചേരുക. നാളെ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് ഇതിൽ ചർച്ചയാവുക.